ബ്രെഡ് മസാല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു നല്ല എരിവും മധുരവും പുളിയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ബ്രെഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഒരു 4 മണി പലഹാരമായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ നമ്മൾ ടിഫിൻ കൊടുത്തു വിടൂലേ, അപ്പോൾ അതായിട്ട് വേണമെങ്കിലും കൊടുത്തു വിടാവുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 തണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, 2 തക്കാളി, 2 സവാള, 1 ക്യാപ്സിക്കത്തിന്റെ പകുതി, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 മുട്ട, ബ്രെഡ്. ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. 8-10 ബ്രെഡ്, അത്രയാണ് ഈ അളവിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 8-10 ബ്രെഡ് എടുത്തിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ബ്രൗൺ നിറം ആവണമെന്നില്ല, ചെറിയൊരു ബ്രൗൺ നിറം ആവുന്നത് വരെ ടോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ബ്രെഡ് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഇത്രയും ഒരുക്കി വെച്ചതിന് ശേഷം ഒരു ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കുക. ഇതുപോലെ എടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു അടിഭാഗം കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായി വരുമ്പോൾ സവാള ചേർത്ത് ഇളക്കുക കേട്ടോ. സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഉപ്പും ചേർത്തു നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള മസാലപ്പൊടികളെല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതിന് മസാലപ്പൊടികളുടെ അളവ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റും എരിവ് മധുരം എല്ലാം വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ അളവിനെടുക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി എന്നിവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവയെല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് സവാളയോടൊപ്പം വഴറ്റി ആ പച്ചമണം എല്ലാം മാറിക്കഴിയുന്ന സമയത്ത് നമുക്ക് തക്കാളിയും ക്യാപ്സിക്കവും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടി ഒന്നിച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് അത് പെട്ടെന്ന് വാടി കിട്ടിക്കോളും. ക്യാപ്സിക്കവും തക്കാളിയും നന്നായി വഴറ്റി പച്ചമണം എല്ലാം മാറി കഴിയുന്ന സമയത്ത് നമുക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ തിളച്ച് വറ്റി വരുന്ന സമയത്ത് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് മുട്ട പൊരിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, ആ പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഈ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അതിനകത്തേക്ക് ബ്രെഡ്, മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കുക. മുട്ടയും ബ്രെഡും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ വെള്ളം മുഴുവനും ഈ ബ്രെഡും മുട്ടയും കൂടി വലിച്ചെടുക്കും. അപ്പോൾ അതിനകത്ത് ഉള്ള വെള്ളം വറ്റിപ്പോയിക്കോളും. ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. ഇതാകണ്ടോ, ഒട്ടും വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ആ സമയത്ത് നമുക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മുകൾ ഭാഗത്ത് ഒന്ന് അലങ്കരിച്ചൊക്കെ വെച്ച് 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മസാല ബ്രെഡ് കഴിക്കാനായിട്ട്. ചെറിയ കുട്ടികൾക്കായാലും വലിയ പ്രായമായവർക്കായാലും ഇത് പെട്ടെന്ന് കഴിക്കാവുന്നതാണ്.